അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി ടി.കെ. ഹംസ രംഗത്ത്. 2 തവണ നമ്മൾ വിജയിപ്പിച്ചു വിട്ടയാളാണ് വിശ്വാസവഞ്ചന കാട്ടിയത്. ഇപ്പോൾ ബേപ്പൂരിലേക്ക് ചുവടുമാറ്റിയിരിക്കുകയാണ്. രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ബേപ്പൂരിൽ മറുപടി നൽകിക്കൊള്ളാമെന്നും ടി.കെ. ഹംസ നിലമ്പൂരിൽ പറഞ്ഞു. ജയിച്ചതിന് ശേഷം കാണിച്ച നന്ദികേടിനെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ്. 2 പ്രാവശ്യം MLA ആക്കിയില്ലേ? എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തോട് ആരെങ്കിലും ചെയ്തോ? യാതൊരു കാരണവുമില്ലാതെ ആ സ്ഥാനം രാജിവെച്ച് പാർട്ടിയെ അവഹേളിച്ച് അപമാനിച്ച് ഇന്നതാ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പോയപ്പോൾ സഹായിച്ച കോൺഗ്രസുകാർ പറഞ്ഞു ഞങ്ങളുടെ ഈ കൂട്ടൂല. അങ്ങനെ പാണക്കാട്ടി എന്ന് തങ്ങൾ പറഞ്ഞു കൊലായ്മക്കാരൻ്റെ അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അവിടുന്ന് പുറത്തിറങ്ങി തമിഴ്നാട്ടിൽ പോയി DMK നേതാവിനെ കണ്ടു. DMK നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളും മാർക്കിച്ച് പാർട്ടിയുമായി ഐക്യമാമേ, നിങ്ക ഇങ്ക വേണ്ട, നീ കേട്ടോ. അവിടുന്ന് പോയി അവസാനം ബംഗാളിൽ പോയിട്ട് അവിടെ ഏതോ ഒരു കക്ഷിയിൽ ചേർന്നു എന്നാ പറയുന്നത്. പണസോന്നറിയാം. എന്നിട്ട് നേരെ തിരിച്ചു വന്നിട്ട് ബേപ്പൂർ മണ്ഡലത്തിൽ, ബേപ്പൂർ എന്ന് പറഞ്ഞാൽ ബേപ്പൂരിനെ പടച്ചോണ്ടാക്കിയ കാലം മുതൽ ഇടതുപക്ഷത്തിന് ജയിപ്പിച്ച ബേപ്പൂരാണ്. 15 കൊല്ലം ഞാൻ ബേപ്പൂരിൽ MLA ആയിരുന്നു. അവിടുന്നാണ് മന്ത്രിയായത്, അവിടുന്നാണ് വിപ്പായത്, അവിടുന്നാണ് പാർലമെന്റ് മെമ്പറായത്. ആ ബേപ്പൂരിലാണ് ഇപ്പൊ കല ഉടക്കാൻ പോയിക്കുന്നത്. അത് ഞങ്ങൾ അവിടെ നോക്കിക്കോളാൻ അവിടെ പറയുന്നില്ല. പറയാൻ കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നത് നിങ്ങളും അടി പറഞ്ഞും കാല് പിടിച്ചും അന്വേഷിച്ചും സ്ഥാനത്തെത്തിച്ചേരുന്നത് നാട്ടിനും നാട്ടുകാർക്കും ഉപകാരം ചെയ്യാനുള്ള ഒരു സൗകര്യം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ആലോചിച്ചിട്ടല്ല. ആ സൗകര്യത്തിൽ ഞങ്ങൾ പല സ്ഥാനത്തെത്തിയെന്ന് വരും. ഇത് അവസരവാദപരമായി ജനങ്ങളെ വഞ്ചിച്ചും പറ്റിച്ചും അപകടപ്പെടുത്തിയും തെറ്റിദ്ധരിപ്പിച്ചും വഞ്ചന നടത്തുന്നവർ രാഷ്ട്രീയത്തിലുണ്ടാവും. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ബേപ്പൂർ മണ്ഡലത്തിന്റെ പാരമ്പര്യം അൻവറിനറിയില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലായിക്കൊള്ളും. നമ്മളെ വഞ്ചിച്ച് പുറത്തുപോയെങ്കിലും കോൺഗ്രസും ലീഗും എടുത്തില്ല. പിന്നെ തമിഴ്നാട്ടിൽ പോയി DMKയെ കണ്ടെങ്കിലും അവിടെയും എടുത്തില്ല. പിന്നെ ബംഗാളിൽ പോയി ഒരു പാർട്ടിയുടെ പേരും പറഞ്ഞ് വന്നിട്ടുണ്ട്. അവർ ശരിക്കും ആ പാർട്ടിയിൽ ചേർന്നോ എന്ന് അറിയില്ലെന്നും ടി.കെ. ഹംസ പരിഹാസരൂപേണ പറഞ്ഞു. ജനങ്ങളെ സേവിക്കാനാണ് താൻ ഉൾപ്പെടെയുള്ളവർ എത്തിയത്. എന്നാലും പലരും മറ്റ് പല ലക്ഷ്യങ്ങളോടെയാണെന്നും ടി.കെ. ഹംസ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.